സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ്. ഇന്ന് ഞാൻ ആക്ച്വലി കുറേ നേരം കിടന്ന് ഉറങ്ങി എഴുന്നേറ്റൊരു ദിവസമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഫ്രൈഡേസ് ഒക്കെ എൻ്റെ ഒരു നോർമൽ ഫ്രൈഡേസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്കത്തിൻ്റെ ഒരു ദിവസമല്ല. കാരണം എല്ലാവരും പറയും കുറച്ചധികം നേരം ഉറങ്ങാൻ പറ്റും എന്നൊക്കെ. പക്ഷെ ഞാനിങ്ങനെ എൻ്റെ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു ടൈമിൽ എഴുന്നേറ്റ് ശീലമായതുകൊണ്ട് വളരെ ഏർലി ആയിട്ടുള്ള ഒരു ടൈം എന്നല്ല ഞാൻ പറയണത്, എന്നാലും കുറച്ചധികം നേരം ഉറങ്ങാതെ കിടക്കാറാണ്, കുറച്ച് നേരം അധികം ഉറങ്ങാതെ നേരത്തെ എഴുന്നേക്കാറാണ് നോർമലി ചെയ്യാറ്. പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ലപോലെ കിടന്നുറങ്ങി. അപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ബില്ലും ഉണ്ടാക്കി. ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കണം. ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം തന്നെ എൻ്റെ ഇന്നത്തെ കുറച്ച് ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്താണ് ഇന്നത്തെ പ്ലാൻസ്, പുറത്ത് പോകുന്ന പ്ലാൻസ് ഒന്നും ഇതുവരെ കറന്റ് ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുമ്പോൾ ചിലപ്പോൾ പുറത്ത് പോകുമായിരിക്കും, അത്ര തന്നെ. ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന തേങ്ങാച്ചോറ് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ഇന്നലെ ബില്ലു രാത്രി ചിക്കൻ മാരിനേറ്റ് ചെയ്തൊക്കെ എടുത്ത് വെച്ച് ഇന്ന് രാവിലെ ഫ്രൈ ആക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഫ്രൈ ആക്കണ്ട, നമുക്ക് കറിയാക്കി ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു ഹോൾ ഡേ ഓടിക്കാമല്ലോ. അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കി, തേങ്ങാച്ചോറ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. ക്ലീൻ ചെയ്യുക, കുളിക്കുക, നിസ്കരിക്കുക, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗ്സ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ടു കമൻറ്റ്. അതുപോലെ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ടു സബ്സ്ക്രൈബ്. ക്യാമറ നോക്കിയിട്ട് ഓക്കെ, ഓപ്പൺ. എന്റെ ഹാലാണോ? ഹാലെന്താ കഴിച്ചേ? ബില്ലു എന്താ തന്നെ? ബനാന കഴിച്ചു. പിന്നെന്താ കഴിച്ചേ? പെരിക്ക കഴിച്ചാ? ഓക്കെ, ഞാനിപ്പോ വരാട്ടെ, ക്ലീൻ ആക്കിയിട്ട് വരാം. ഓക്കെ, ബൈ, ലവ് യു. മോസ്റ്റ്ലി ഞാൻ എൻ്റെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്ത് തീർക്കുന്ന ഒരു തേഴ്സ്ഡേ നൈറ്റ് ഒക്കെ ആയിട്ടാണ്. പല ദിവസങ്ങളിൽ 11 o'clock വരെ ഡ്യൂട്ടി ഉള്ളപ്പോൾ പറ്റാറില്ല. അപ്പോൾ ഈ ഒരു വീക്ക് എനിക്ക് തേഴ്സ്ഡേ 3 to 11 ഡ്യൂട്ടി ആയതുകൊണ്ട് ക്ലീനിങ് കാര്യങ്ങളൊന്നും എനിക്ക് നൈറ്റ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് രാവിലെ കുറച്ച് എക്സ്ട്രാ വർക്ക്സ് ക്ലീനിങ്ങിൽ വന്ന പോലെ എനിക്ക് തോന്നിയത്. നമുക്ക് വേഗം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. ഫുഡൊന്നും കഴിച്ചിട്ടില്ല വലിയ കാര്യമായിട്ട്. ഒരു യെല്ലോ കളർ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഒരു മഞ്ഞ കളറിലുള്ള തേങ്ങാച്ചോറാണ് കൂടുതൽ. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് വൈറ്റ് കളറുള്ളത്, പക്ഷെ എനിക്കിഷ്ടം ഇതാണ്. അപ്പോൾ ഇന്നലെ വീട്ടിൽ വിളിച്ചപ്പോൾ തേങ്ങാച്ചോറെന്ന് കേട്ടപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ക്രേവിങ്സ് ആണ്. അപ്പോൾ ഇന്നലെ അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ സമയമല്ല. സോ ഐ തോട്ട് എന്തായാലും ഫ്രൈഡേ അല്ലേ, ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഹിജാബ് ഹോൾഡർ ഞാൻ വാങ്ങിച്ചത് ഐക്കേന്നാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം എനിക്കെപ്പോഴും ഹിജാബ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ എപ്പോഴും മിക്സായി പോകും. കാരണം ഹിജാബ് എപ്പോഴും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. ഞാൻ കുറേ നാളായി വാങ്ങിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈസിയാണ്, നമുക്ക് ഇഷ്ടമുള്ള കളർ നോക്കി വേഗം ബാക്കിയുള്ളത് മുഷിപ്പിക്കാതെ നമുക്ക് വേഗം എടുക്കാൻ പറ്റും. ഈസ് മൈ ബില്ലു. നല്ല മോളായിരുന്നോ? കുറുമ്പെടുത്തോ? കുറുമ്പെടുത്തോ?
ഇല്ലല്ലോ ഇല്ല. പിന്നെ ചാക്കി ചീത്ത പറഞ്ഞോ? എന്തിനാ ചാക്കി ചീത്ത പറഞ്ഞേ? ചാക്കി എന്തിനാ ചീത്ത പറഞ്ഞേ? ചാക്കി ചീത്ത പറഞ്ഞോ? സത്യം പറയും. ഇല്ലല്ലോ. അങ്ങനെ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് കഴിച്ചില്ല. ബില്ലു രാവിലെ എഴുന്നേറ്റ് ഹാലാക്കും ബില്ലുവിനും ഒക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ആക്കി. പിന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ല രാവിലെ തന്നെ ഈ പഴം വാട്ടിയതൊന്നും കഴിക്കാൻ. അപ്പോൾ അതായിരുന്നു ഇന്ന് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്ര വിശക്കണുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ ഞാൻ കുളിക്കാണ്ട് തന്നെ ഫുഡ് കഴിച്ചു. അത്രയും വിശന്നിട്ട് കുടൽ കരിഞ്ഞിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ഞാൻ കുളിക്കാൻ പോകുന്നത്. ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ ഉറങ്ങിയില്ല. ഹാല ഉറങ്ങി. ഇനിയിപ്പോൾ ഉറങ്ങിയാൽ ചിലപ്പോൾ എഴുന്നേക്കാൻ ലേറ്റ് ആകുമെന്ന് പേടിച്ചിട്ട് ഉറങ്ങിയില്ല. അത്ര തന്നെ. അപ്പോൾ ഞാൻ കൂടെ കൂടി അപ്പോ എന്ന് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് നമുക്ക് ചില ആൾക്കാർക്ക് ഓരോരോ വാക്കുകൾ ഉണ്ടാവില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലത്തെ ഒരു വാക്കാണ് ഈ അപ്പോ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ വീഡിയോസിൽ കുറേ കാണാറുണ്ട്, കുറേ ഞാൻ ട്രിം ചെയ്ത് കളയാറുമുണ്ട്. സോ അത് വരുന്നത് നാച്ചുറലി വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ വന്നു പോകുന്നതാണ് സംസാരത്തിൻ്റെ ഇടയിൽ. ഞാൻ അത്രത്തോളം പ്രിപ്പയർഡ് ആക്കാൻ സംസാരിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. എന്തായാലും ഉറങ്ങാത്ത സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്കൊക്കെ കഴിച്ചിരിക്കാം, ഏതെങ്കിലും മൂവിയൊക്കെ കണ്ടിരിക്കാം. ഹാലെന്തായാലും ഉറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കപ്പിൾ ടൈം കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് മേക്ക് പഴംപൊരി ടുഡേ. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സ്നാക്കാണ് കേട്ടോ പഴംപൊരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കിങ്ങനെ എനിക്ക് നല്ല കട്ടിയായിട്ടുള്ള പഴംപൊരി ഉണ്ടല്ലോ, അതാണ് ഇഷ്ടം. അതല്ലാതെ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കണ ഇഷ്ടമല്ല. എന്തായാലും നമുക്ക് തൽക്കാലത്തേക്കല്ലേ എന്തെങ്കിലും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊരു ബേസിക് പഴംപൊരിയാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന നോർമൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറുപടയുന്നൊരു പെട്ടെന്നൊരു പഴംപൊരി. അപ്പം ഞാനിതിൽ ഒരു 1.5 കപ്പ് മൈദ ചേർത്തു, കുറച്ച് അരിപ്പൊടി ചേർത്തു, പിന്നെ ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, കുറച്ചിട്ടോ. ദെൻ വാട്ട്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സംഭവം ഏലക്ക പൊടി. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഴം കട്ട് ചെയ്ത് വെക്കാം. ഇതൊരു 10 മിനിറ്റ്സ് ഇങ്ങനെ ബാറ്റർ ഇങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റ്സ് ഒന്നും വെച്ചാൽ പോരാ, കുറച്ച് സമയം കൂടെ ഒക്കെ വെക്കുന്ന നല്ലതാണ്. പക്ഷെ നമുക്ക് സമയമില്ലല്ലോ. സ്നാക്കൊന്നും ഉണ്ടാക്കാൻ അങ്ങനെ ടൈമൊന്നും കിട്ടാറില്ല. എപ്പോഴും എല്ലാ ദിവസവും തിരക്കായിരിക്കും. ഡ്യൂട്ടി ഇല്ലാത്തൊരു ദിവസമാണ് എന്തിനെങ്കിലും ഒരു ടൈം കിട്ടുന്നത് തന്നെ. അതുകൊണ്ട് സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. എല്ലാം യൂട്യൂബ് നോക്കിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് തന്നെ. എന്തൊരു സംഭവം കുക്ക് ചെയ്യണമെങ്കിലും എനിക്കിപ്പോൾ എത്ര അറിയുന്ന ഒരു ഡിഷാണെങ്കിലും ഞാൻ അതിനു മുമ്പ് യൂട്യൂബ് നോക്കും. എന്താണെന്നറിയില്ല, ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ഡിഷാണെങ്കിൽ പോലും എനിക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് നോക്കി ഒന്ന് കൺഫേം ആക്കണം. അങ്ങനെ നമ്മുടെ പഴം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പൊരിക്കാം. ഒരു 10 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും പഴംപൊരി ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും. ആ സമയത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം.
കുറേ വ്ളോഗ് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്. ബട്ട് എല്ലാ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും മോസ്റ്റ്ലി മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്ക്, എല്ലാവർക്കും ഞാൻ പറയണില്ല, കുറച്ച് പേർക്കെങ്കിലും വീഡിയോസ് പോസ്റ്റ് ചെയ്യാനും ചാനൽ തുടങ്ങാനും അങ്ങനെയൊക്കെ കുറേ ആഗ്രഹമുള്ളവരുണ്ടാവും. ബട്ട് അറ്റ് സം പോയിന്റ് ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് കാണിക്കാനാണ്, അല്ലെങ്കിൽ എന്ത് ഷെയർ ചെയ്യാനാണ്, എൻ്റെ ലൈഫിൽ ഒന്നും സ്പെഷ്യലായിട്ട് നടക്കണില്ല, സോ എന്താണ് ഞാൻ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്നതായിരിക്കും. ഇത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു. ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ, അതല്ലെങ്കിൽ എൻ്റെ ലൈഫ് കാണാൻ ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടാവുമോ. എൻ്റെ ലൈഫിൽ ഞാൻ പറയാം, എൻ്റെ ലൈഫ് എല്ലാ ദിവസവും ഒരുപോലെയൊക്കെ തന്നെയാണ്, എല്ലാ ദിവസവും ഹാപ്പനിങ് ഒന്നും അല്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ച് കൺഫ്യൂസ് ആയിട്ടുണ്ട് വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എവറി ലൈഫ് ഈസ് വർത്ത് ഡോക്യുമെന്റിങ്. എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ആയിട്ടുള്ള ഒരു കോട്ടാണ്. കാരണം നമ്മൾ വിചാരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മൾ വിചാരിക്കും ഇതെന്ത് ഞാൻ ഷൂട്ട് ചെയ്യാൻ, ഇത് എൻ്റെ ഡേ ടു ഡേ ലൈഫ്, എനിക്ക് ആർക്കും ചിലപ്പോൾ ഇഷ്ടമാവില്ല, ഹൂ കെയർസ്, നമ്മൾ ഇഷ്ടമുള്ളവരും കണ്ടാൽ മതി. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ഒരു മോണിറ്റൈസേഷൻ, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു സൈഡിലൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞ് നമുക്കൊക്കെ നല്ല പ്രായമായി കഴിയുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നമ്മളുടെ ഈ ഒരു ഏജും ഈ ഒരു ലൈഫൊക്കെ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു. കാരണം നമ്മൾ എത്ര അതല്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്താലും നമുക്കറിയില്ല, ഇതൊരു സ്റ്റോറി പോലെ നമുക്ക് ഇങ്ങനെ ഫോളോ ചെയ്ത് കണ്ടുകൊണ്ട് പോകാൻ പറ്റും. ഞാൻ ഇത് പറയുന്നത് ഇപ്പോഴും ഡൗട്ട്ഫുള്ളി വീഡിയോ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാത്ത കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അവർ പറയുന്നത് ചിലപ്പോൾ വീട്ടിൽ പെർമിഷൻ ഉണ്ടാവില്ല വീഡിയോ ചെയ്യാൻ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സെൽഫ് ഡൗട്ട് തോന്നുന്ന ആൾക്കാർ. സോ അവരുടെ അടുത്തൊക്കെ ഉള്ള ഒരു ചെറിയൊരു കാര്യമാണ്. ഇത് എല്ലാ വീഡിയോസിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം, ഈ ഒരു കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് വിചാരിക്കും. എപ്പോഴും ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് ഓർക്കുന്നത്, അയ്യോ ഞാനത് പറഞ്ഞില്ലല്ലോ. ഇപ്പം ഞാനിങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഓർത്തത്. പെട്ടെന്ന് തന്നെ പറഞ്ഞേക്കാം, കാരണം ഇത് വീഡിയോ എൻഡിൽ പറയാനാണ് ഞാൻ എപ്പോഴും വയ്ക്കുന്നത്. എൻഡിൽ വരെ എല്ലാവരും കാണുന്നൊന്നും ഇല്ലല്ലോ. ഈ വീഡിയോ ഇതുവരെ കാണുന്ന ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ. നമ്മുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയേണ്ട സെൽഫ് ഡൗട്ടാണ്. നമ്മളെ തന്നെ ഡൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്. എനിക്ക് എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് ഇഷ്ടമാവില്ല, അങ്ങനെ ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്ക്. ബട്ട് ഇപ്പം ഇത്രയെങ്കിലും എനിക്ക് എത്തിച്ചേരാൻ പറ്റിയതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഡൗട്ട് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റി ഞാൻ കുറേ കൂടെ എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ടാണ്. സോ ഇത് ചെറിയൊരു മോട്ടിവേഷണൽ സ്പീച്ച് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. സോ ബാക്ക് ടു പഴംപൊരി റെഡി. ഈ ഫ്ലാറ്റിൽ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാനുള്ളതുണ്ടെന്ന് തോന്നണേ. കുറേ ഉണ്ട്, ഇതിപ്പോൾ കഴിച്ചു തരില്ല. ഞാനപ്പോൾ കുറേ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ റീൽസിൽ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇതിൻ്റെ കൂടെ നമുക്ക് വാനില ഐസ്ക്രീം നോക്കാം. അറിയില്ല കേട്ടോ, എനിക്ക് ഇങ്ങനത്തെ കോമ്പിനേഷൻസ് ഒന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ. അവിടെ എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വിചാരിച്ചു ഹലാനാണ് എവിടെയെങ്കിലും ഒരു പാർക്കിലോ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വീക്കെൻഡ് കൂടെ കഴിഞ്ഞു. സോ അവിടെ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ
പുറത്തു പോകാൻ ഇഷ്ടമാണ്. പക്ഷെ അവൾ അങ്ങനെ നിർബന്ധം പിടിക്കുക വാശി പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. വളരെ റയറായിട്ടാണ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്ന് അവളിങ്ങനെ ചോദിച്ചു ഡ്രസ്സ് മാറിയിട്ട് കാറിൽ പോകാമെന്ന്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വടി പിടിച്ചിങ്ങനെ വീട്ടിലിരുന്നിട്ട് എന്താ കാര്യം, അവരോട് നമുക്ക് ആകെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഹോൾ ഡേ. അപ്പം എന്തായാലും അവരെയും കൂടി പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പോകുന്നത് സിൻസ് ഏരിയയിലാണ്. അവിടെ അവർക്ക് ഇഷ്ടമുള്ളൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് ഒരു ക്വിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ. എപ്പോഴും യൂസ് ചെയ്യുന്ന പോലെ സെറാമിൻ്റെ മോയ്സ്ചറൈസർ, ദെൻ ഡോക്ടർ ഷീത്തിൻ്റെ സൺസ്ക്രീൻ ഇപ്പം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും എനിക്ക് ആ ഒരു ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ടെക്സ്ചർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺസ്ക്രീനോടെ ഇടുന്നു. എനിക്ക് കണ്ണെഴുതാൻ മൂടില്ല, ബ്ലഷ് ഇടാൻ മൂടുണ്ട്, ലിപ്സ്റ്റിക് ഇടാൻ മൂടുണ്ട്. കണ്ണെഴുതാൻ മൂടില്ല. സോ അതുകൊണ്ട് ഒരു ബ്ലഷും ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് ഗ്ലാസ്. എനിക്ക് തീരെ മേക്കപ്പ് ചെയ്യാൻ മൂടില്ലാത്തപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് പിക്സിൻ്റെ ബ്ലഷ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി, പക്ഷെ റെക്കോർഡ് ആവാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് പറയാണ്. പിക്സിയുടെ ബ്ലഷ് ഭയങ്കര, നമ്മളൊരു എനിക്ക് തോന്നുന്നു 1260 എന്നോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഞാനിത് വാങ്ങിച്ചിട്ട് കുറേ നാളായി. ഇതുവരെ എനിക്കിത് കുറേ നാളെന്ന് പറഞ്ഞാൽ 1 year ആയി. ഇതുവരെ എനിക്കിത് തീർന്നിട്ടില്ല. ഇതിങ്ങനെ നമ്മൾ എവിടെയൊക്കെ ലീക്ക് എന്ന് പറയുന്നത് തുറക്കുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇതിൽ ഇനിയും സ്റ്റിക്ക് ബാക്കിയുണ്ട്. ഈ ഷെയ്ഡ് വന്നിട്ട് റൂബി എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ റെയർ ബ്യൂട്ടീൻ്റെ ബ്ലഷിൻ്റെ അടുത്ത് ഒരെണ്ണമുണ്ട്, പക്ഷെ അതെനിക്ക് ഇടാൻ ഇഷ്ടം. എനിക്കൊരു മേക്കപ്പ് ചെയ്യാനുള്ളൊരു മൂടുള്ളപ്പോൾ ഞാൻ അതിടും. സിമ്പിളായിട്ടുള്ള എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ടോ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യണ്ടാത്ത തോന്നുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ജസ്റ്റ് ഇതാണ് ഇടുള്ളൂ. ലിപ്സ്റ്റിക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സെയിം ഷെയ്ഡാണ്, നൈക്കയുടെ യു ആർ ലാക്റ്റ് എന്ന് പറഞ്ഞിട്ട്. പുറത്തെന്തായാലും ചൂടായിരിക്കുമല്ലോ, അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒരു സെറ്റിംഗ് സ്പ്രേ. നിർബന്ധമില്ല, ഇതെനിക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാനില്ലാണ്ട് എനിക്ക് തന്നെ കൂതരായിട്ട് പുറത്തു പോകാനായിട്ട് ഇഷ്ടമുള്ള സമയമുണ്ടല്ലോ, അപ്പം ചെയ്യാം. അങ്ങനത്തെ മൂടാണ് എനിക്ക് പുറത്തു പോകാനായിട്ട് ഇപ്പോൾ ഉള്ളത്. ഇവിടെ എന്നാലും കുറച്ച് ആളുകളുള്ള സ്ഥലത്തൊക്കെ പോകുന്നതുകൊണ്ട് ആണ് ജസ്റ്റ് ഒന്ന് റെഡി ആയത്, അതല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. ഞാൻ വാങ്ങിച്ചിട്ടുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് പർച്ചേസ് ആണ്. ബിലോഞ്ച് തന്നെയാണ്, പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ് മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ. ഇത് ഇനിയും ഇത്രയൊരു പോർഷൻ ബാക്കിയുണ്ട്. എല്ലാം ഒരു 1 year എനിക്ക് തോന്നുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 year ആണ് എന്താണ് വാലിഡിറ്റി ഉള്ള, എക്സ്പയറി ഉള്ളൂ. എന്നാലും ഇനിയും അതിൽ ബാക്കിയുണ്ട്. കണ്ടപാട് കടൽ കണ്ടത് പോലെ അങ്ങനെ ഒന്ന് പുറത്തു പോയിട്ട് വരാം.
ഞങ്ങൾ വേറെ ഇന്ന് പുറത്ത് പോകാൻ വേറെ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാം ചൂടാണ്, പക്ഷേ ഇങ്ങനെ ക്ലൈമറ്റ് മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്ന സിഞ്ച് ഏരിയയിലാണ്. അവിടെ ഗലേറിയയുടെ ഉള്ളിൽ ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഇരിക്കാനൊന്നും സ്ഥലമില്ലെങ്കിലും ജസ്റ്റ് അവൾക്ക് അവിടെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ അവിടെ തന്നെ കൊണ്ടുവന്നത്. ഹാല എവിടെ പോണോ? അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ പറയാം. അണ്ടിൽ ദെൻ കണ്ടവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ടേക്ക് കെയർ ആൻഡ് ബൈ.